ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 4 കറികളുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നതെന്ന്. പിന്നെ ചോറിനൊക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന 4 കറികളാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് ഒരു മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് വേപ്പിലയും ഇട്ടിട്ട് പൊട്ടിക്കഴിയുമ്പോൾ വെണ്ടയ്ക്ക നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. സവാളയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിൽ. പച്ചമുളകും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വേപ്പിലയും കടുകാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആവിയിൽ തന്നെ ഇത് വേവിക്കണം. അതിന് ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മൂടി വെച്ച് വേവിക്കരുത്. അപ്പോൾ ആവി വെള്ളമൊക്കെ വീണ് അതിലൊരു നോളപ്പ് വരും. അല്ലാതെ തന്നെ വെണ്ടയ്ക്കയ്ക്ക് ഒരു നോളപ്പുണ്ടല്ലോ, അതുകൊണ്ട് മിക്കവർക്കും അത് ഇഷ്ടമല്ല വെണ്ടയ്ക്ക. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ തുറന്ന് വെച്ച് തന്നെ ഇത് വേവിച്ച് 10 മിനിറ്റ് കൊണ്ട് തന്നെ മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുമാതിരി അടുത്തത് ഒരു മോരുകറിയാണ്. തേങ്ങ അരയ്ക്കാതെ നല്ല ടേസ്റ്റിലുള്ള ഒരു മോരുകറി. ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മോരുകറിയാണ്. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. അത് ഇട്ടതിന് ശേഷം കുറച്ച് ഉള്ളി, ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് 2 വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി അരിഞ്ഞിട്ട്. ഇതിപ്പോൾ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി പേസ്റ്റായിട്ട് കൊടുത്തേക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വാടി വരണം അത്. എരിവിന് ആവശ്യമായ പച്ചമുളക് 4 ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുവേ ഒന്ന് കീറണം. അത് നടുവേ കീറിയിട്ട് ഒന്ന് ഇടുമ്പോൾ എരിവൊക്കെ അതിലേക്ക് ഇറങ്ങിക്കോളും. ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മുളക് കീറിയിട്ട് കഴിഞ്ഞാൽ ഇത് ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടിയും അങ്ങനെ ഇതൊന്നും ഇടണില്ല. ഈ മുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം 1/2 ടീസ്പൂണ് നല്ല ജീരകം ഒന്ന് ചതച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെളിച്ചെണ്ണയ്ക്ക് ഇടുന്നതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആകണം ഇത്. അത് കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈരാണ് ഇതിൽ ഒഴിക്കണത്. തൈര് കട്ട ഉടച്ച് വെക്കണം. നല്ല കട്ട തൈരാണ്. ഒന്നെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തൈര് ഉടച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു മോരുകറിയാണ്. ഇത് ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് കൂട്ടാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു മോരുകറിയാണ്. തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത്. ആ മോര് തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അധികം ലൂസായി പോകരുത്, അധികം കട്ടിയുമാകണ്ട. കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളക്കരുത്. ചൂടാകുമ്പോൾ തന്നെ ഒന്ന് തീ ഓഫ് ചെയ്തിടണം. ഉപ്പുണ്ടാകുന്നതൊക്കെ ഒന്ന് നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക പാകത്തിന്. എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മോരുകറിയാണിത്. തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മോരുകറിയാണ്. മോരുകറി റെഡി ആയിട്ടുണ്ട്. ഒരു ചമ്മന്തിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുളക് ചമ്മന്തിയാണ്. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി, ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചതക്കണം. അത് ചതച്ചത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ വെള്ളമഴ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. നല്ലതുപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. അപ്പോൾ ആ സമയത്ത് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നല്ല കളറും കിട്ടും.
അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ഇടിച്ച മുളകാണ് പിന്നെ ഇത് ഇടണത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല മൊരിഞ്ഞ് വരും. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. പിന്നെ ഈ മോര് കറിയും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. മുളക് ചമ്മന്തി നല്ലോണം മൊരിഞ്ഞ് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അതും 5 മിനിറ്റ് കൊണ്ട് തന്നെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ പാനിൽ തന്നെ ഒരു കടല റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നല്ല കടല റോസ്റ്റ് ചോറിന് കൂട്ടാനും പിന്നെ അപ്പത്തിനാണെങ്കിലും പുട്ടിന് അങ്ങനെയുള്ള പലഹാരങ്ങൾക്കാണെങ്കിലും ഈ കടല റോസ്റ്റ് നല്ലതുപോലെ നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ്. അതിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തേക്കണത്. അത് ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് ഉള്ളി ഒരു 5-8 ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ വെളിച്ചെണ്ണയിൽ കിടന്നതിന് എല്ലാം കൂടെ നല്ലതുപോലെ വഴണ്ടി വരണം. ഇത് അപ്പോൾ അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കടല വേവിച്ചപ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ ഇടിച്ച മുളകും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. കടല വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളക്കടലയാണ് പിന്നെ ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചേക്കണേന്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് പിന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത കടലയാണ്, എന്നാൽ ആ വെള്ളമൊക്കെ ഒന്ന് പോണവരെ ഒന്ന് അതിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ആ ചട്ടി തന്നെ ഇട്ട് കൊടുക്കണം. ഇത് വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പം നല്ല ഒരു കടല റോസ്റ്റാണിത്. നല്ല ടേസ്റ്റുള്ളൊരു കടല റോസ്റ്റാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു പിന്നെ കടലക്കറിയാണിത്. ഇത് പിന്നെ 4 കറികളും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറികളാണ്. നമ്മളെ ചോറ് വേകും മുമ്പ് കറികൾ റെഡിയാകും. കറിയൊന്നുമില്ല എന്നോർത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്ന 4 തരം കറികളാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറികളാണിത്. മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. തോരനാണെങ്കിലും ചമ്മന്തി എല്ലാം നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ.